ദൂരമോ കാലമോ പ്രേമിക്കുന്നവർക്കൊരു പ്രശ്നമല്ല. എത്ര വർഷങ്ങൾ അകറ്റി നിർത്തിയാലും പ്രേമിച്ചവരുടെ മനസ്സ് തമ്മിൽ പിരിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ദൂരവും. എന്തു പ്രതിബന്ധങ്ങൾ തരണം ചെയ്തു അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലേ നമ്പ്യാരവന്റെ എല്ലൊടിക്കും. പപ്പി, നമ്മുടേത് പ്രേമവിവാഹമായിരുന്നു. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ വിവാഹിതരായിരുന്നത്. നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ. അനുഭവിച്ചറിഞ്ഞിട്ടും പ്രേമത്തിന്റെ ശക്തി മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അല്പം തോന്നുന്നു. രാജേഷ്, നാളെ എന്റെ വിവാഹമാണ്. നമുക്കിപ്പോൾ സ്ഥലം വിടണം. ഇനി ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കാൻ പാടില്ല. അയ്യോ രാജേഷ്, ആരോ വാതിലിൽ മുട്ടുന്നു. ഇനി എന്താ ചെയ്യാ? രാജേഷ്, കണ്ടാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റും. പരിഭ്രമിക്കാൻ വാതിൽ തുറക്കൂ. ബാക്കിയെല്ലാം ഞാനേറ്റു. കൊച്ചമ്മ, പാല്. സമയം വൈകുന്നു. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. ശരി, അതിന് വേഗം തയ്യാറാകും. ഓക്കെ. ഹലോ. ഓക്കെ. ലക്ഷ്മി, അനു ഉറക്കമായോ? ഉറങ്ങിക്കാണില്ല. നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് അവളോടൊന്ന് പറയാമായിരുന്നു. ഇവിടെ നിന്ന് എന്നെ ഒന്ന് ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ അവൾ അതും ഇതും പറയും. നമ്മൾ പറയുന്നത് അവൾ കേട്ടാൽ മതി. ഞാനൊന്ന് നോക്കട്ടെ. അനു, അനു, മോളെ അനു, വാതിൽ തുറക്കൂ. അനു, 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 മോളെ അനു, മോളെ, മോളെ, അനു, മോളെ അനു, അനു, വാതിൽ തുറക്കൂ. വാതിൽ തുറക്കാൻ. മോളെ, വാതിൽ തുറക്കൂ. വാതിൽ തുറക്കാൻ. അനു, മോളെ, മോളെ, മോളെ. അവൾ ചതിച്ചെന്നാ തോന്നുന്നത്. അയ്യോ എന്റെ മോളെ. ശങ്കരേട്ടാ, കുറച്ച് വെള്ളം ചൂടാക്കൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ടൊന്ന് കുളിക്കണം. മറ്റു കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. ശരി. അനു, വേഗം കുളിച്ച് തയ്യാറാകൂ. ഞാൻ പുറത്തുപോയി മറ്റൊരുക്കങ്ങളെല്ലാം ചെയ്ത് വേഗം വരാം. ഓക്കെ?
കച്ചേരി തുറന്നാൽ ആദ്യം നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം. ഇല്ലെങ്കിൽ ഡാഡി മമ്മി എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തും. ശരിയാണ്, വേഗം തയ്യാറാകും. ഞാനിതാ വരുന്നു. രാജേഷ്, എനിക്ക് ഒരു ഉമ്മ കൂടി തന്നിട്ട് പോകും. ഇനി വന്നിട്ട് മതി. ഓക്കെ.